ഈ ദേശത്ത് കടന്നു വന്നത്. കർത്താവായ യേശു ക്രിസ്തു അവസാനമായി സ്വർഗത്തിലേക്ക് കരയേറി പോയതിനു മുന്നമേ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിൻ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഒരു പ്രിയപ്പെട്ടവരെയും മതം മാറ്റുവാൻ വന്നവരല്ല. മതം മാറിയതുകൊണ്ട് മനുഷ്യനൊരു നേട്ടവും ഉണ്ടാകുന്നില്ല. ഇന്ന് പല തെറ്റിദ്ധാരണകളും സമൂഹത്തിനകത്ത് പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ടാണ് ഞങ്ങൾ ഇത് വിളിച്ചു പറയുന്നത്. ഞങ്ങൾ ട്രാക്റ്റുമായിട്ടോ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ വക്താക്കളായിട്ടോ ഈ ദേശത്ത് അല്ലെങ്കിൽ പല ദേശങ്ങൾ പോയി ഓരോ വ്യക്തികളോടും നല്ല വാർത്ത, ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് നല്ല അനുഭവങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതിന് തെറ്റിദ്ധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മതം മാറ്റുകയാണ് ഒരു വ്യക്തികളും. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, അക്ഷരാഭ്യാസമുള്ള മനുഷ്യന് ജ്ഞാനം വർദ്ധിച്ച, വിവരം വർദ്ധിച്ച ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ അങ്ങനൊന്നും മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ സുവിശേഷത്തിന് ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, സുവിശേഷം ഒരുവന്റെ അകത്തളത്തിൽ വരുമ്പോൾ അവന്റെ മനം മാറും. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപ പ്രവർത്തികളെ വിട്ടുതിരിഞ്ഞ് നല്ല വഴിയിലേക്ക് തിരിയുവാൻ അവന്റെ മനസ്സിന് മാറ്റമുണ്ടാകും. അതാണ് സുവിശേഷം. സുവിശേഷത്തെ തച്ചുടയ്ക്കുവാൻ ഈ ലോകത്തിന്റെ ഒന്നിനും കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. കാരണം സുവിശേഷം, കാരണം കാൽവരി ക്രൂശില് അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി തന്ന്, കാരണം ആ രക്തത്തിന്റെ വില കൊടുത്തു വാങ്ങിയതാണ് യേശു എന്നുള്ള ആ രക്ഷകൻ എന്നുള്ള ആ സുവിശേഷം എന്നുള്ള വാർത്ത. കാരണം കാൽവരി ക്രൂശില് തന്റെ ബലിമരണം കൊണ്ട് ഈ ലോകത്തെ രക്ഷിക്കുവാൻ, ഈ ലോകത്തിലുള്ള സകല മാനവകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി രക്ഷകനായി അവതരിച്ച വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രത്യേകമായ ഒരു വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളെയോ ഈ ലോകത്തിൽ അങ്ങനെ മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന ഒരു ദൈവമല്ല കർത്താവായ യേശു ക്രിസ്തു. സകല മാനവ കുലത്തെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ താണലോകത്തിലേക്ക് വന്നത്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ ആട്ടിടയന്മാർ അടയാളം ചോദിച്ച് വന്നപ്പോൾ ദൂതൻ പറഞ്ഞൊരു വാക്കുണ്ട്, സകല മാനവ രാശിക്ക് വേണ്ടി ഒരു രക്ഷകൻ ഈ ഭൂമിയിൽ ജാതനായെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയല്ല, സകല മാനവ കുലത്തെയും രക്ഷിക്കുവാൻ വേണ്ടി രക്ഷകനായി അവതരിച്ച അവതാര പുരുഷനാണ് കർത്താവായ യേശു ക്രിസ്തു. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഈ സുവിശേഷം ഇവ പറഞ്ഞതുകൊണ്ട് എന്തു മാറ്റമാണ് സംഭവിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് നാം ജീവിക്കുന്ന ഈ കൊച്ചു കേരളത്തിന്റെ അനുഭവങ്ങളൊന്നും എടുത്തു നോക്കിക്കേ. സമാധാനം നഷ്ടപ്പെട്ട ഒരു അന്തരീക്ഷമല്ലേ? ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമല്ലേ? മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും മറ്റുള്ള പാപ പ്രവർത്തികൾക്ക് അടിമപ്പെട്ട് മനുഷ്യനിന്ന് ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുകയാണ്. ആത്മഹത്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കൊച്ചു കേരളത്തിന് അല്ലെങ്കിൽ നമ്മൾ പാർക്കുന്ന നമ്മുടെ ഓരോ സ്ഥലങ്ങളിലുള്ള വാർത്തകൾ നോക്കുമ്പോൾ എന്താണ് ഈ ലോകത്തിന് സംഭവിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം ആത്മഹത്യകൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മനുഷ്യന് സഹിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ കഴിയാതെ മനുഷ്യൻ ഇന്ന് ആത്മഹത്യയിലേക്ക് കടന്നു പോകുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇതിന്റെ കാരണമെന്ന് ചിന്തിച്ചാൽ മനുഷ്യനെ സമാധാന ഹൃദയത്തിന്റെ ആശ്വാസം നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ആശ്വാസം പറയുവാൻ ഒരു വ്യക്തിയില്ല എന്നുള്ള തോന്നല്, അല്ലെങ്കിൽ അവിടെ മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം അതാണെന്ന് നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. കാരണം മനുഷ്യന് സമാധാനമില്ല. സമാധാനമില്ലാത്തത് കൊണ്ട് മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു, ആത്മഹത്യ വർദ്ധിക്കുന്നു. കാരണം നാം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, ഇന്ന് സമൂഹത്തിൽ ഏറ്റവും അധികം ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കഞ്ചാവിനും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായി അവരുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും നശിച്ചവരായി ഇനി ഒരു പ്രതീക്ഷയും ഇല്ലെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു പറ്റം ജീവിതങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ നാം പാർക്കുന്ന ഈ സമൂഹത്തിനകത്തുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ സുവിശേഷം പറയുന്നത്. കാരണം മദ്യം മൂലം, മയക്കുമരുന്ന് മൂലം സമാധാനമില്ലാതെ അലയുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അലയുന്നവരോട് ഈ സദ്വാർത്ത പറയാനാണ് ഞങ്ങൾ കടന്നു വന്നത്. കാരണം യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് മനുഷ്യന്റെ അകത്തളത്തിന് മാറ്റം വരുത്തുവാൻ കഴിവുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു
കാലത്ത് മദ്യവും മയക്കുമരുന്നും കഞ്ചാവിന്റെയും അനുഭവങ്ങൾ അകപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട് ഈ ലോകത്തിലെ ജീവിതം ഇനി വേണ്ട എന്ന് ചിന്തിച്ച ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയ പ്രിയപ്പെട്ടവരാണ് ഞങ്ങളും ചിന്തിച്ചു ഇനി ആത്മഹത്യയാണ് ജീവിതത്തിൽ പരിഹാരമെന്ന് ചിന്തിച്ചതായ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഈ സുവിശേഷം കേൾക്കുവാൻ, ഈ നല്ല വാർത്ത അറിയുവാൻ, ഈ നല്ല വാർത്ത ഗ്രഹിക്കുവാൻ, ഈ സദ്വാർത്ത ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ മാറ്റം സംഭവിച്ചു, ഞങ്ങളുടെ ജീവിതങ്ങളിൽ മാറ്റം സംഭവിച്ചു, ഞങ്ങൾ സമാധാനം അനുഭവിക്കുന്നവരായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഈ സദ്വാർത്ത യേശുവിന്റെ സുവിശേഷത്തിന് ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു സമൂഹത്തെ മാത്രമല്ല, ഈ ലോകത്തിന്റെ രാജ്യങ്ങളെ മുഴുവനും മാറ്റം വരുത്തുവാൻ ഈ സുവിശേഷത്തിന് കഴിവുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇത് വിളിച്ചു പറയുന്നത്, സുവിശേഷം ഈ രാജ്യത്ത് വന്നതുകൊണ്ടാണ് ഈ രാജ്യം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പുരോഗമനങ്ങളും മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം. സുവിശേഷം വേണ്ട, സുവിശേഷം നിർത്തണം എന്ന് പറയുന്നവരോട് ഞങ്ങൾക്ക് ധൈര്യമായി പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, സുവിശേഷം ഈ രാജ്യത്ത് വന്നതുകൊണ്ടാണ്, സുവിശേഷത്തിന്റെ ശക്തി ഇവിടെ വന്നതുകൊണ്ടാണ് ഇന്ന് മനുഷ്യനായി ജീവിക്കുന്നത്. നാം മനസ്സിലാക്കണം. മനുഷ്യനെ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, മതത്തിന്റെ ചിന്താഗതികൾ വിട്ടുകളഞ്ഞ എല്ലാവരെയും ഒരുപോലെ സ്നേഹിപ്പാൻ, അവനെന്റെ സഹോദരനാണ്, സഹോദരിയാണ് എന്നുള്ളൊരു ബോധം അകത്തത്തിൽ വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? സുവിശേഷം ഒരുവന്റെ ഉള്ളിൽ വരുന്നത് കൊണ്ടാണ്. നമ്മളൊക്കെ സ്കൂളുകൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയത്തില്ലയോ, ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാവരും എന്റെ സഹോദരനും സഹോദരിയുമാണ്. പക്ഷെ ഈ കാഴ്ചപ്പാടിന് മനുഷ്യനിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ്, ഒരു സമൂഹത്തിലാണ് പ്രിയപ്പെട്ടവരെ നാം പാർക്കുന്നത്. പക്ഷേ യേശു ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ വേർതിരിവോടെ, വ്യത്യാസത്തോടെ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഈ ലോകത്തിൽ എല്ലാ മനുഷ്യനും വേണ്ടി, എല്ലാ മനുഷ്യനെയും രക്ഷിപ്പാൻ, എന്തിൽ നിന്ന് രക്ഷിപ്പാൻ, പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ വേണ്ടി അവതരിച്ച അവതാര പുരുഷനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷകനെന്നാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പാപം ചെയ്ത് പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് വിധിക്കപ്പെട്ട അനുഭവത്തിൽ ആയിത്തീർന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി, കാരണം പാപത്തിന്റെ പരിണത ഫലം മനുഷ്യൻ, നമ്മൾ ചിന്തിച്ച് നോക്കിക്കുന്ന സമൂഹത്തിൽ പാപത്തിന്റെ പരിണത ഫലം വലിയ വിപത്താണെന്ന് നാം മനസ്സിലാക്കണം. പാപം പെരുകുന്നത് നിമിത്തം ഈ ഭൂമി ശാപത്തിന്റെ കീഴിലായി തീർന്നു. പാപത്തിന്റെ പരിണത ഫലം എന്തൊക്കെയാണ് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, പാപം ഭൂമിയിൽ വർദ്ധിച്ചാൽ ശാപം പെരുകുവാനിടയായി തീരും. പാപം ഭൂമിയിൽ വർദ്ധിക്കുമ്പോൾ സമാധാനം ഭൂമിയിൽ നഷ്ടപ്പെടുവാനിടയായി തീരും. അങ്ങനെ പാപത്തിന്റെ അനുഭവങ്ങൾ വിധിക്കപ്പെട്ട് പാപം വർദ്ധിച്ച്, അതിക്രമം വർദ്ധിച്ച്, മ്ലേച്ഛതകൾ വർദ്ധിച്ച് ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ, ഈ ലോകത്തിൽ പാപത്തിന് അടിമപ്പെട്ട മനുഷ്യനെ പാപത്തിൽ രക്ഷിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഒരു മനുഷ്യനായി അവതരിക്കുവാൻ ഇടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിന്റെ ജനനത്തിൽ പ്രത്യേകതയുണ്ട്. യേശു പാപം കൂടാതെ ജനിച്ച വ്യക്തിയാണ്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിന്നിടും, നിന്നിൽ ഉത്ഭവിക്കുന്ന പ്രജ വിശുദ്ധ പ്രജയെന്ന് മറിയോട് ദൈവത്തിന്റെ ദൂതന്റെ അരുളപ്പാട് സംഭവിച്ചപ്പോൾ ആ അരുളപ്പാടിനകത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുവാനിടയായി തീർന്നു. ദൈവവചനം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ കഴിയും, വിവാഹം നിശ്ചയം കഴിയപ്പെട്ട ഒരു കന്യകയായിരുന്നു മറിയ. എന്നാൽ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന സമയത്ത് താൻ ഗർഭിണിയായെന്ന് പറയുമ്പോൾ ലോകത്തിന് അപവാദം വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരും പല രീതിയിൽ അതിനെ ചിത്രീകരിക്കുമ്പോൾ ദൈവത്തിന് ഈ ഭൂമിയിൽ പിറക്കുവാൻ ഒരു പാത്രം ആവശ്യമായിരുന്നു. അത് കർത്താവിന്റെ സന്മുഖത്തേക്ക് നോക്കി പാർത്ത, ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ജീവിച്ച ഒരു സാധു കുടുംബത്തിനകത്ത് കർത്താവായ യേശു ക്രിസ്തു ജനിക്കുവാനിടയായെങ്കില്, പ്രിയപ്പെട്ടവരെ, ആ ജനനത്തിൽ തന്നെ പാപമില്ല. പാപം കൂടാതെ ജനിച്ച ഒരു വ്യക്തിക്ക്, പാപം കൂടാതെ ജീവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ പാപത്തിൽ നടക്കുന്നവനെ നേർവഴി കാണിക്കാൻ പറ്റത്തുള്ളൂ. പാപം ചെയ്യുന്നവന് അല്ലെങ്കിൽ മദ്യപിക്കുന്നവന് മറ്റൊരാളോട് മദ്യപിക്കണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. കഞ്ചാവ് വലിക്കുന്നവനോട് മറ്റൊരാൾ കഞ്ചാവ് വലിക്കല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നിന്ന് വേർപെട്ടവന് മാത്രമേ, പാപികളിൽ നിന്ന് വേർപെട്ടവന് മാത്രമേ പാപം കൂടിയ മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയൂ. കർത്താവായ യേശു ക്രിസ്തു പാപം കൂടാതെ ഭൂമിയിൽ
ജനിച്ച ഒരു അവതാര പുരുഷനാണ്. യേശുവിന്റെ ജനനത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കണം. അപ്പൊ ഞങ്ങൾ പാപികളാണോ എന്ന് ചോദിക്കും. അതെ പ്രിയപ്പെട്ടവരെ, പാപനിമിത്തമാണ് ഈ ഭൂമിക്ക് ആദ്യ അനുഭവങ്ങൾ ന്യായവിധി ഉണ്ടായതെന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. നോഹയുടെ കാലം എന്നൊരു കാലം ദൈവവചനത്തിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നോഹയുടെ കാലത്ത് വഷളത്വം പെരുകി. ഇന്നത്തെ പോലെ മനുഷ്യന് ദൈവഭയമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായി, ദൈവത്തെ അനുസരിക്കാത്തൊരു കാലഘട്ടം ഉണ്ടായി, ആരെയും കീഴ്പ്പെടാത്തൊരു കാലഘട്ടം ഉണ്ടായി, ഭയമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായി, ലോകത്തിൽ ഒന്നിനെയും കീഴ്പ്പെടാത്തൊരു കാലഘട്ടം ഉണ്ടായി. ആ കാലഘട്ടത്തിൽ ദൈവം നോഹയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നോഹയെ, നീ ഒരു പെട്ടകമുണ്ടാക്കിയിട്ട് ആ പെട്ടകത്തിൽ കയറുന്നവരെ കയറാൻ പറ. കാരണം ലോകത്തിൽ വലിയൊരു ന്യായവിധിയുടെ അനുഭവം കടന്നു വരാൻ പോകുന്നു. ആ ന്യായവിധിയിൽ രക്ഷ നേടുവാൻ ഈ പെട്ടകത്തിൽ കടമയെ മതിയാകുമെന്നു ദൈവശബ്ദം അവരെ കേൾപ്പിക്കാനിടയായി. നോഹ ദേശം കടന്നു ചെന്ന് ഓരോ പട്ടണവാസികളോടും പറഞ്ഞു, ന്യായവിധി വരാൻ പോകുന്നു, ന്യായവിധി വരാൻ പോകുന്നു, ഈ ഭൂമിയെ ജലപ്രളയം കൊണ്ട് മൂടാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, മഴ കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ അത് വിശ്വസിച്ചില്ല. നോഹയ്ക്ക് വട്ടാണെന്ന് പറഞ്ഞ് 120 വർഷം ഈ ജനത്തോട് ഈ പ്രളയം വരുന്നു, ജനം നശിക്കാൻ പോകുന്നു, ന്യായവിധി വരാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ചയക്കുവാനിടയായി. പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. ജലപ്രളയം വന്നു. ആ പ്രളയത്തിനകത്ത് ഭൂമി മുഴുവനും നശിക്കുവാനിടയായി. എന്നാൽ പെട്ടകത്തിനകത്ത് കയറിയ 8 പേർ രക്ഷപ്പെടുവാനിടയായി. ഇന്നും അതേ സാഹചര്യമാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളിവിടെ പ്രഘോഷിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ രണ്ടാം വരവ് സമയമായിരിക്കുകയാ. അതുപോലെ ഒരു ന്യായവിധി ഈ ഭൂമിയില്, ഈ ലോകത്തിനൊരു ന്യായവിധിക്ക് വേണ്ടി ഈ ഭൂമിയെ ഒരുക്കിയിരിക്കുന്ന ഒരനുഭവത്തിലേക്ക് ഈ ലോകം നടന്നു അടുക്കുകയാ. നാം ചിന്തിക്കുക ഇതൊക്കെ അവിചാരിതമായി സംഭവിച്ചതാണെന്ന്. അല്ല പ്രിയപ്പെട്ടവരെ, കലികാലം എന്ന് പറയുന്നത് പോലെ ദൈവവചനം പറയുന്നു അന്ത്യകാലമെന്ന്. അതേ, ഒരു അന്ത്യകാലത്തിനകത്ത് എത്തി നിൽക്കുന്ന സാഹചര്യമാണ്. അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. മനുഷ്യന് ഭയമില്ല. ഒന്ന് പറഞ്ഞ് രണ്ടിലാളുകളെ കുത്തിക്കൊല്ലും, വെട്ടിക്കൊല്ലും. കാരണം എന്തെല്ലാം സംഭവങ്ങൾ ഇന്ന് ലോകത്തിൽ നടക്കുന്നു പ്രിയപ്പെട്ടവരെ. ഇതിന്റെ എല്ലാം സാരാംശം എന്താണെന്ന് ചോദിച്ചാൽ ഒരു അന്ത്യകാലത്തിൽ അടുത്ത് നിൽക്കുകയാ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്കും പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഒരു പെട്ടകത്തിനകത്ത് കയറിയേ പറ്റൂ. ആ പെട്ടക ക്രിസ്തുവാകുന്ന, യേശുവാകുന്ന, ലോകത്തിന്റെ രക്ഷകനായി അവതരിച്ച ആ രക്ഷിതാവിന്റെ അടുത്തേക്ക് വരാതെ ഈ ലോകത്തിലെ മാനവകുലത്തിന് രക്ഷയില്ലെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. അതാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ വചനം പറയുന്നു, കാലം തികഞ്ഞിരിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെടണം. എന്താ മാനസാന്തരം? പ്രിയപ്പെട്ടവരെ, മനസ്സിന് മാറ്റം വരുന്നതാ മാനസാന്തരം. അല്ലാതെ മതം മാറുന്നതല്ല. മതം മാറിയതുകൊണ്ട് യാതൊരു അർത്ഥമില്ല. മതമുണ്ടാക്കിയത് മനുഷ്യനാണ് പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ ഈ ലോകത്തിൽ ആണും പെണ്ണുമായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടിതാവുണ്ട്, പ്രപഞ്ചത്തിനൊരു ഉത്തരവാദിയുണ്ട്, ഈ ലോകത്തിനെ സർവ്വം സൃഷ്ടിച്ചവരായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു താൻ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായി അവതരിച്ചത്. പലരും ചോദിക്കുന്നു, യേശുവിന്റെ ജനനം അല്ലെങ്കിൽ യേശുവിന്റെ മരണ നിമിത്തം എന്താണ് ലോകത്തിന് സംഭവിച്ചതെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ആദിമ മാതാപിതാക്കളായ ആദാമും ഹവ്വയും പാപം ചെയ്ത് പാപനിമിത്തം ദൈവമായുള്ള സാന്നിധ്യത്തിൽ അവർ അകന്നുപോയി. കാരണം ആദാമേ, നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആദാം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നഗ്നനാണ്, ഞാൻ ഈ മരത്തിന്റെ മറവിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ഇന്നും മനുഷ്യന്റെ ജീവിതത്തിൽ പാപമാണ് മനുഷ്യനെ ദൈവത്തിൽ അടുപ്പിക്കുവാൻ കഴിയാതെ മാറ്റി നിർത്തുന്നത്. സ്നേഹിത, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മദ്യവും കഞ്ചാവും മയക്കുമരുന്നും ഈ ലോകത്തിന്റെ ഇഷ്ടമുള്ള പാപപ്രവർത്തിയിലൂടെ സഞ്ചരിച്ചാൽ എന്നെ ചോദ്യം ചെയ്യുവാൻ ഈ ലോകത്തിൽ ആരുമില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ന്യായവിധിയുടെ ഒരു ദിവസമുണ്ട്. ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ച എല്ലാ മനുഷ്യനും ഒരു ന്യായവിധിക്ക് വേണ്ടി ഒരു വെള്ള സിംഹാസനത്തിന് നിൽക്കേണ്ട ഒരു സമയമുണ്ട് പ്രിയപ്പെട്ടവരെ. അത് തിരിച്ചറിയാതെ പോകരുത്. നാം പറയുന്ന, ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന ഓരോ കാര്യത്തിനും
ഒരു ശിക്ഷ വിധിക്കുന്ന ഒരു ന്യായാധിപൻ ഉലകത്തിലുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാതെ പോകരുത്. കാരണം ഇന്ന് മനുഷ്യനിൽ ദൈവഭയമില്ല. ദൈവത്തിന്റെ ഭയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. എന്നാൽ ഈ സുവിശേഷത്തിന്റെ ശക്തി ഒരുവനിലേക്ക് വരുമ്പോൾ അവനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാമോ? അവന്റെ ഉള്ളിൽ ഒരു ദൈവത്തിന്റെ ഭയം ഉണ്ടാകും. യേശു കർത്താവ് ഈ താണലോകത്തിൽ വന്ന് മനുഷ്യനായി അവതരിച്ച് മനുഷ്യനായി ജീവിച്ച് നമുക്ക് വേണ്ടി ഈ ലോകത്തിലുള്ള സകല മാനവ കുലത്തിനു വേണ്ടി യാഗമായി തീർന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ നിന്നെ രക്ഷിപ്പാനാണ്. 5 കോടതികൾ മാറി മാറി വിസ്തരിച്ചിട്ടും കോടതികൾ വെറുതെ വിട്ടൊരു വ്യക്തിയെ എന്തിനു വേണ്ടി കാൽവരി കൊലക്കളത്തിൽ യാഗമാക്കി എന്ന് ചോദിച്ചാൽ, പ്രിയ സ്നേഹിത, പ്രിയ സഹോദര, മാനവകുലത്തെ രക്ഷിക്കുവാൻ മറ്റൊന്നിനാലും സാധ്യമല്ലാതിരിക്കുമ്പോൾ മനുഷ്യന്റെ വീണ്ടെടുപ്പിന് കാളക്കിടാവിന്റെ കോലാട്ടിന്റെ കുറുപ്രാവിന്റെ രക്തനിമിത്തം മനുഷ്യൻ പാപമോചനത്തിന് വേണ്ടി ഒരു ആടിനെയോ ഒരു മൃഗത്തെ യാഗമാക്കി അതിന്റെ രക്തം തളിച്ച് പാപത്തിന്റെ മോചനത്തിന് വേണ്ടി ശ്രമിച്ചിട്ടും മനുഷ്യന്റെ പാപത്തിൽ നിന്ന് മനുഷ്യനെ പൂർണ്ണമായി വിടുവിക്കുവാൻ ഈ ലോകത്തിന്റെ ഒന്നിനും കഴിയാതിരുന്നപ്പോൾ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ താണലോകത്തിൽ ഒരു മനുഷ്യനായി അവതരിച്ചതിന് ശേഷം തന്റെ തന്നെ ജീവനെ കാൽവറി കൊലകളത്തിൽ ബലിയാക്കുവാനിടയായി. അപ്പോൾ ഒരു ബലി നടക്കുമ്പോൾ ആ ബലിയിലൂടെ ആ രക്തനിമിത്തം ഒരു വിമോചനമുണ്ടെന്ന് ദൈവവചനം എഴുതിയിരിക്കുന്നത് നിവർത്തിയാകുവാൻ കാലഘട്ടത്തിന് മുന്നമേ കർത്താവായ യേശു ക്രിസ്തു ദൈവവചനത്തിലൂടെ പ്രവാചകന്മാർ പ്രവചിച്ചു വന്ന ആ ദൈവവചനത്തിന്റെ നിവർത്തി പൂർത്തീകരിച്ചത് കാൽവറി ക്രൂശിൽ വെച്ച. ഇനി നിനക്ക് പാപത്തിൽ നിന്ന് രക്ഷ നേടുവാൻ നീ ഒന്നും ചെയ്യണ്ട പ്രിയപ്പെട്ടവരെ. പാപത്തിന്റെ പരിണത ഫലം നമ്മൾ വളരെ ശാന്തമായി ചിന്തിക്കണം. ഏത് പാപം ചെയ്താലും ഒരുപക്ഷെ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്ത് ചെയ്താലും എനിക്ക് എന്നോട് ചോദിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ലെന്നൊരു തോന്നൽ ഒരുപക്ഷെ മനുഷ്യന് വരും. കാരണം മനുഷ്യന്റെ വിദ്യാഭ്യാസം, മനുഷ്യന്റെ കഴിവ്, മനുഷ്യന്റെ സമ്പത്ത്, അവന്റെ കൂടെ നിൽക്കാൻ ആള്, ഇതൊക്കെ അവന്റെ കൂടെ ഉള്ളപ്പോൾ അവൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഇപ്പൊ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ പിടിച്ച് 2 തന്നാലും ചോദിക്കാൻ ആളില്ലെന്നൊരു തോന്നല് പലരുടെ ഹൃദയത്തിനകത്ത് വരുന്ന അനുഭവമുണ്ട്. എന്നാൽ ഒരു ഉടമസ്ഥനുണ്ട്, ഒരു ന്യായകർത്താവുണ്ട്, ഒരു ന്യായവിധി നടത്തുന്ന ഒരു കർത്താവുണ്ടെന്നുള്ള തിരിച്ചറിവ് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമൂഹമേ, നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. യേശു കർത്താവ്, ഈ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കാനാണ്. പാപത്തിന്റെ പരിണിത ഫലം എന്താണെന്ന് ചോദിച്ചാൽ വലിയ ശിക്ഷയാണ്. എന്നാൽ ആ ശിക്ഷയിൽ നിന്ന്, പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് മാനവകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെന്ന് പറഞ്ഞ് മരണത്തെയും പാതാളത്തെയും തകർത്തുകൊണ്ട് ഒരുവൻ നമുക്ക് വേണ്ടി ഭൂമിയിൽ മരിക്കുവാനിടയായി. ആ മരണത്തിൽ വിശ്വസിച്ച് യേശു കർത്താവിന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുവാൻ വേണ്ടി അവന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി അറിഞ്ഞ് അവനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം അവന്റെ കൽപ്പനയാകുന്ന യേശു നമ്മളുടെ മുന്നിൽ കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. യോർദാനിൽ സ്നാനപ്പെട്ടിട്ട് ആ സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം തുറന്ന് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള പ്രസാദം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാനൊക്കെ വേണം സ്നാനമേറ്റേ മതിയാകൂ. ഇത് പെന്തക്കോസ്തുകാരുടെ ഉപദേശമല്ല, സത്യവേദപുസ്തകം അസന്ധിഗ്ധമായി എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നാം അവന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കണം. അങ്ങനെ
അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവചനപ്രകാരം വിശുദ്ധിയിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് കർത്താവിനോടുകൂടെ ചേരുവാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ മരണമാണെങ്കിൽ ആ മരണശേഷം ആ കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ മരിച്ചവർ ഉയർക്കുമെന്ന് ദൈവവചനം കൊടുത്തിരിക്കുമോ? ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുമെന്ന് സത്യവേദ പുസ്തകം എഴുതി വെച്ചിരിക്കുമ്പോ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി മാതാവേ, നീ ഒരു കാര്യം ചിന്തിക്കണം. മരണം എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. മരണത്തിനപ്പുറം എന്താണെന്ന് നീ ചിന്തിക്കണം. എല്ലാവരും ചിന്തിക്കുന്നത് ആത്മഹത്യ ചെയ്തോ, വിഷമടിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ ലോകത്തിൽ അവരുടെ ജീവൻ നശിക്കുമ്പോൾ അവര് ചിന്തിക്കുന്നതെല്ലാം ഇതുകൊണ്ട് തീർന്നെന്നാ. പ്രിയപ്പെട്ടവരെ, ഒരിക്കലുമല്ല. മനുഷ്യന്റെ ആത്മാവിന് തന്നവന് ആ സന്നിധിയിൽ കണക്ക് പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മരണശേഷം നീ നിന്റെ നിത്യത എവിടെ ചെലവഴിക്കുമെന്ന് ഒരു നിമിഷം നീ ചിന്തിച്ചു നോക്ക് സ്നേഹിത. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണത്തെ കുറിച്ച് ചിന്തിക്കണം. മരിച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലെത്തുവാൻ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യം പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെ തീപ്പൊയ്കെ തള്ളിയിടും. അങ്ങനെയെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കർത്താവായ യേശു ക്രിസ്തുവിന്റെ മകനും മകളുമായി തീർന്നാൽ മാത്രമേ ഒന്നുകിൽ മരണം കൊണ്ട് കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ നിനക്ക് ഉയർക്കാൻ കഴിയൂ. അതല്ല, നീ ജീവനോടെ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ വരവാണെങ്കിൽ അവനോടൊപ്പം ചേരണമെങ്കിൽ കർത്താവിന്റെ മുദ്ര നിന്റെ മേൽ ഉണ്ടായിരിക്കണം. ആ മുദ്ര എങ്ങനെയാ നമ്മൾ പ്രാപിക്കുന്നത് സ്നേഹിത? യേശുവിന്റെ രക്തം കൊണ്ട് നമുക്ക് മുദ്ര വെക്കും. വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മുദ്ര വെച്ച് ദൂതൻ വന്ന് ഓരോ പ്രിയപ്പെട്ടവരുടെ മേൽ മുദ്ര വെച്ചു. ആ മുദ്ര എന്തിനെ കാണിക്കുന്നറിയാമോ? യേശുവിന്റെ രക്തത്താൽ കടികൾ പ്രാപിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവേഷ്ടം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ ആ മുദ്രയുണ്ട്. ആ കർത്താവിന്റെ വാനമേഘത്തിൽ കർത്താവ് വരുമ്പോൾ ആ കാഹളം കേൾക്കുമ്പോൾ അവനോടുകൂടെ ഉയർക്കണമെങ്കിൽ പ്രിയ സ്നേഹിത, നീ ഭൂമിയിൽ ജീവിക്കുമ്പോ ഞങ്ങൾ ആരെ നിർബന്ധിച്ച് നിങ്ങൾ യേശുവിലേക്ക് വാന്ന് പറയുന്നില്ല. നിന്റെ ഹൃദയത്തിനകത്തൊരു സ്പർശനം ദൈവം തരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന യവനക്കാരെ, എന്നെ കേൾക്കുന്ന യവനക്കാരത്തികളെ, ഞങ്ങൾ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. പാപത്തിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ, മദ്യപാനത്തിലോ മയക്കുമരുന്നിലോ കഞ്ചാവിലോ ഈ ലോകത്തിന് നിനക്ക് ഇഷ്ടമുള്ള ജീവിതത്തിലോ നീ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിളിച്ചു പറയാം, അതിന്റെ അവസാനം ഏറ്റവും വലിയ നാശകരമായിരിക്കും, ഏറ്റവും വലിയ വിപത്തായിരിക്കും നീ അനുഭവിക്കുന്നതാണ്. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന ഒരു ദൈവമകനായി, ഒരു നല്ല മനുഷ്യനായി, സമൂഹത്തിന് ഒരു നല്ല വ്യക്തിയായി, നിന്റെ ഭവനത്തിലെ ഭാര്യയ്ക്ക് ഒരു നല്ല ഭർത്താവായി, നിന്റെ മാതാപിതാക്കൾക്ക് ഒരു നല്ല മകനായി, സമൂഹത്തിനൊരു നല്ല പൗരനായി ജീവിക്കാൻ ഈ സുവിശേഷം വിശ്വസിച്ചാൽ കഴിയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞങ്ങൾ ഈ ദേശനിവാസികളോട് പറയാം, മറ്റൊരുത്തന് രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷപ്പെടുവാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമം മാത്രമാണ്. അത് ഈ ലോകത്തിലെ ആർക്കും അതിനെതിരെ എത്ര എന്തെല്ലാം പറഞ്ഞാലും, പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരരെ, ഈ ലോകത്തില് മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ ഒരേ ഒരു വ്യക്തി മാത്രമേ അവതരിച്ചിട്ടുള്ളൂ. ഒരു മതം സ്ഥാപിക്കാൻ വന്നതല്ല. മനുഷ്യന്റെ ആത്മാവിന് വീണ്ടെടുപ്പ് തരുവാൻ, മനുഷ്യന് സമാധാനം തരുവാൻ, മനുഷ്യന് സ്വസ്ഥത തരുവാൻ, മനുഷ്യന് ശാന്തി തരുവാൻ, മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസത്തിൽ നിന്നും മനുഷ്യനെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. അതുകൊണ്ട് എവിടെ നിന്നായാലും നിന്റെ പാപത്തെ നീ ഏറ്റുപറഞ്ഞു, കർത്താവേ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാപപ്രവൃത്തിയാ, ഞാൻ മദ്യപാനിയാ, ഞാൻ കഞ്ചാവിനടിമയാ, ഞാൻ ഭാര്യയെ തല്ലുന്നവനാ, അല്ലെങ്കിൽ ഭവനത്തിനകത്ത് മാതാപിതാക്കൾക്ക് സ്വസ്ഥത കൊടുക്കാത്തവനാ, എന്റെ തെറ്റാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ പകൽക്കാല സ്നേഹിത, നീ ഒന്നും ചെയ്യണ്ട. നിന്റെ കൊച്ചു ഹൃദയമാകുന്ന ക്ഷേത്രം യേശുവേ, നീ ഒന്ന് വരണമേ എന്ന് പറഞ്ഞ് നീ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറായ ഇന്ന് പകൽക്കാലം യേശു നിന്നെ രക്ഷിപ്പാൻ മതിയായ ദൈവമാ.
കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായി സ്വീകരിച്ച് ഒരു നല്ല മനുഷ്യനായി ജീവിപ്പാൻ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മാറാനാഥ. കർത്താവിന് മാറ്റമില്ലാത്ത ജീവന്റെ വചനം വിളിച്ചവർക്ക് ദാസ്യമിരിക്കല്ലോ. വചനം കേട്ടവർ ആരും നശിച്ചു പോകാതെ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് നിത്യരാജ്യത്തെ ഓഹരിക്കാരായി തീരുവാൻ ദേശത്തെ ജനത്തെ ഒരുക്കണനായി പ്രാർത്ഥിക്കാം. മദ്യപാനത്തിലും മയക്കുമരുന്ന് തകർച്ചയിലും അസമാധാനത്തിലെ കുടുംബത്തില് യേശുവിന്റെ ദിവ്യമായ സമാധാനം കുടുംബങ്ങളിൽ വാഴണനായി പ്രാർത്ഥിക്കാം. കുഞ്ഞുനച്ചൻ പ്രാച്ച. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രദേശത്തെ വന്ന് അവിടുത്തെ മാറ്റമില്ലാത്ത വചനം നിന്റെ മകളിൽ കൂടി പറയുവാൻ കൊണ്ടിടയാക്കിയ വലിയ കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. സമാധാനമോ സന്തോഷമോ ഇല്ലാത്ത ഈ ലോകത്തിൽ, സ്വസ്ഥതയില്ലാത്ത ഈ ലോകത്തിൽ ഹല്ലേലൂയ, ഞങ്ങളെ ഇത്രത്തോളം സമാധാനത്തോടെ ഒന്നാമത്തെ സുവിശേഷം പറയുവാൻ തന്ന വലിയ കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഈ കേട്ട വചനം ആർക്കും ന്യായവിധിക്ക് തടസ്സമായി തീരാതെ അവർ യേശുവിനെ സ്വീകരിച്ച് സ്വർഗരാജ്യത്തിന് ഓഹരിക്കാരായി തീരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ഹൃദയത്തിൽ അവിടുന്ന് ക്രിയ ചെയ്യണമേ. കർത്താവെ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ അവർക്ക് ഹൃദയങ്ങളിൽ പതിയുവാൻ ഇരയാക്കിക്കൊള്ളാമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോകുന്നു. കൂടെ ഇരിക്കണം, മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു മനസ്സ് അറിഞ്ഞവരെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥരായിരിക്കുന്നു. യേശുക്രിസ്തു മുറിവേറ്റവരുടെ ഹൃദയങ്ങളുടെ മുറിവുകളെ കെട്ടുന്നു. യേശുക്രിസ്തു ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുന്നു. യേശുക്രിസ്തു സ്വസ്ഥതയില്ലാത്തവർക്ക് സ്വസ്ഥത നൽകുന്നു. യേശുക്രിസ്തു സമാധാനമില്ലാത്ത വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് സമാധാനത്തെ കൊടുക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശുക്രിസ്തു നിത്യമായ നരകത്തിൽ നിന്ന് നിത്യമായ സ്വർഗത്തെ കൊടുക്കുന്നു. യേശുക്രിസ്തു രാജാക്കന്മാരുടെ രാജാവായി ആകാശമേഖലെ കീറി കുറിച്ചുകൊണ്ട് കോടി കോടി ദൂതന്മാരുടെ സാന്നിധ്യത്തോടുകൂടെ യേശുക്രിസ്തു മഹാരാജാവായി വേഗം വരുന്നു. യേശുക്രിസ്തുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ചെയ്യുന്ന കർത്താവിനെ സ്തുതിക്കാം.